Hello everyone, welcome back. Guten Tag. So it's been a while we have been meet. I know that ഒരു 2 ആഴ്ചന്റെ മേലെയായി കാണും. അപ്പൊ ഇതിന്റെ അടുക്ക് നമ്മൾ എവിടെയും പോയിട്ടുണ്ടോന്ന് ചോദിച്ചാൽ ഇല്ല. സോ നിങ്ങൾക്ക് അറിയുന്ന പോലെ ഇറ്റ്സ് എ ലോങ് ഡിസ്റ്റൻസ്, ലൈക്ക് ലോങ് ഡിസ്റ്റൻസ് അത്ര ലോങ് അല്ല, ബട്ട് അത്രയ്ക്ക് അടുത്തുമല്ല. അപ്പൊ അതുകൊണ്ട് നമുക്ക് പേഴ്സണലി എവിടെയും ചെറിയ ചെറിയ പേർപ്പസിനൊക്കെ പോകാനുണ്ടാവും. അത് വ്ളോഗായിട്ട് ചെയ്യാനുള്ളൊരു സിറ്റുവേഷൻ ഒക്കെ വരാറില്ല എന്നുള്ളതാണ് വാസ്തവം. സോ ഇന്നിപ്പം നമ്മൾ രണ്ടുപേരും കൂടെ ചെയ്യുന്ന ഒരു കാര്യം, ഒരു സ്കിൽ ഡെവലപ്മെന്റ് ക്ലാസ്, ഒരു സെഷനാണ്. അപ്പൊ അതിൽ അവളും ഉണ്ട്. അപ്പൊ നമുക്കൊരു കുഞ്ഞു വ്ളോഗായിട്ട് എടുക്കാന്ന് വിചാരിച്ചു. അപ്പം എന്താണ്, എവിടെയാണ് ഈ കാര്യങ്ങളൊക്കെ പറയാം. അപ്പൊ സ്റ്റേ ട്യൂൺഡ് ആൻഡ് വാച്ച് ടിൽ ദി എൻഡ്. ആൻഡ് ഇതുവരെ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ എന്തായാലും സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പൊ നമ്മുടെ ഒട്ടുമിക്ക വ്യൂവേഴ്സും സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നത്. സോ എന്തായാലും ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ എന്തായാലും സബ്സ്ക്രൈബ് ചെയ്യുക. സോ സ്റ്റേ ട്യൂൺഡ് ആൻഡ് വാച്ച് വിതൗട്ട് സ്കിപ്പിംഗ്. ശരി. സോ അപ്പൊ നമ്മള് ഇവിടെ എത്തിയിട്ടുണ്ട്. സ്ഥലം എവിടെയാന്നുള്ളത് കർമ്മ റോഡ്. അപ്പൊ നമ്മള് ഡിമിനിഷിംഗ് ആയിട്ടുള്ള സ്കില്ല് ഇത് പഠിക്കാനാണ്. അപ്പൊ ഇന്ന് നമ്മളെ കൂടെ ഇവളുടെ ബ്രദറും കൂടെ ഉണ്ട്. അപ്പൊ നമ്മള് ഡ്രൈവിംഗ് സ്കിൽ ഒന്ന് ഡെവലപ്പ് ചെയ്യാൻ വേണ്ടിട്ട് കൂടെ. അപ്പൊ ഞാൻ കൊറേ ഇപ്പൊ ഡ്രൈവ് ചെയ്തിട്ട്, ഇവളും കുറച്ച് ഈ സൈഡ്. ഗായ്സ്, അപ്പൊ നമ്മൾ കർമ്മ റോട്ടിക്കാണ് വന്നിരിക്കുന്നത്. വേറെ ഒന്നിനല്ല, ഡ്രൈവിംഗ് പഠിക്കാനാണ്. ഓൾറെഡി ഡ്രൈവിംഗ് രണ്ടുപേർക്കും അറിയാം, പക്ഷെ നമ്മൾ എടുക്കാതെ ആവുമ്പോ നമുക്ക് ആ ടച്ച് വിട്ടു പോകുമല്ലോ. അപ്പൊ അതൊന്ന് പൊടി തട്ടി എടുക്കാൻ വേണ്ടിട്ടാണ്. ഇനിയിപ്പോ സമയമൊന്നുമില്ല, നമുക്ക് കല്യാണമൊക്കെ വരികയാണ്. അപ്പൊ ഈ ഫുൾ തിരക്കായിരിക്കും. നമുക്ക് പഠിക്കാനൊക്കെ ഇപ്പോഴേ സമയമുള്ളൂ, സാഹചര്യമുള്ളൂ. അപ്പൊ കുറച്ച് കഴിഞ്ഞാൽ പഠിക്കാനൊന്നും പറ്റിക്കോളന്നില്ല. അപ്പൊ ഒന്ന് പൊടി തട്ടി ഇടയ്ക്കിടയ്ക്ക് ഓരോ മാസം നമ്മളിങ്ങനെ ഇറങ്ങണം. പൊടി തട്ടി നോക്കാം. അപ്പൊ ഇവിടുത്തെ വ്യൂ നല്ല രസമുണ്ട് അല്ലേ? നല്ല വ്യൂ ആണ്. കർമ്മ റോഡ് ഒരുവിധം എല്ലാവർക്കും അറിയുന്ന സ്ഥലമാണ്. റീൽസിലായാലും മലപ്പുറത്തേക്കും തിരുവാർക്കൊക്കെ അറിയുന്ന സ്ഥലം തന്നെ. നല്ല വ്യൂ ഉള്ള സ്ഥലം. ഗായ്സ്, എനിക്ക് ജലദോഷമാണ്. എന്നിട്ടാണ് ഐസ്ക്രീം വെച്ചത് നേരത്തെ. തുടങ്ങിയില്ല. അപ്പൊ നമ്മൾ 3 പേരും കൂടെയാണ് വന്നിട്ടുള്ളത്. അപ്പൊ നമുക്ക് ഏതായാലും ഇനി ഡ്രൈവിംഗ് നോക്കാം, കാണാം എന്തൊക്കെ അബദ്ധം ചെയ്യാൻ പോകുന്നത്. അപ്പൊ ശരി. അപ്പൊ ഗായ്സ്, നമ്മൾ ഫസ്റ്റ് അപ്പുച്ചിയാണ് ഓടിക്കുന്നത്. ഫസ്റ്റ് അവനാണ് ഓടിക്കാൻ പഠിക്കുന്നത്. ഭരത്ത് അവനെ കൺട്രോൾ ചെയ്യുന്നുണ്ട്. ഞാൻ കേരളത്തിൽ എന്നെയും കൂട്ടാതെ പോവര്. I am who I'm meant to be. I am who I'm meant to be. Over and out again. My future needed clarity, so I could see how you react, how you react to me. So much differently. I am different. Time that I look back, I see my fortune. ബാക്കി അംഗത്തിനായി ഇവിടെ ഗ്രൗണ്ടിൽ എത്തിയിട്ടുണ്ട്. ഇനി ഇവിടുന്ന് ജസ്റ്റ് ഒന്ന് സ്റ്റിയറിംഗ് ബാലൻസ് ആക്കിയിട്ട്, ഇപ്പൊ കുറച്ച് ഗ്യാപ്പ് ആയതുകൊണ്ട് സ്റ്റിയറിംഗ് ബാലൻസ് ഉള്ള ഒരു ബുദ്ധിമുട്ട്. അപ്പൊ ഇനി ഇവിടെ കൂടെ നോക്കണം. എന്നിട്ട് വേണം എനിക്ക് ഡ്രോൺ. കൊറേ കാലമായി ഞാനും പഠിച്ചിരുന്നു. ഞാൻ ഇവിടെ ആയിരുന്നു പഠിച്ചിരുന്നത്. എന്റെ പാപ്പനും അച്ഛനും കൂടെയാണ് എന്നെ പഠിപ്പിച്ചത്. കൊറേ ചീത്തൊക്കെ കേട്ട് ഇങ്ങനെയൊക്കെയാണ് അവിടെ പഠിച്ചെടുത്ത്. പിന്നെ എത്രയും നേരം എന്റെ തള്ളു സഹിച്ചോണ്ടിരിക്കുന്നത്. ഇവള് പിൽക്കാലത്തിന് വലിയ എന്തോ സംഭവങ്ങളൊക്കെ ചെയ്തിട്ടുണ്ടെന്നൊക്കെ പറയുന്നത്. ഇനി സ്റ്റിയറിംഗ് കൈ കിട്ടിയാലും അങ്ങനല്ല. മാരുതി 800 അടിപൊളിയാണ് നമുക്ക് ഡ്രൈവിംഗ് പഠിക്കാനേ. മാരുതി 800 അടിപൊളി. പക്ഷെ ഞാൻ ഓടിച്ച് അത് അച്ഛനോട് ചോദിച്ചാല്. ഓക്കെ, എന്നാ പിന്നെ അച്ഛനോട് ചോദിക്കും. അപ്പൊ അതിലൊക്കെ എത്ര 4ലും 5ലും ഭയങ്കര സ്പീഡിൽ എന്നിട്ട് അങ്ങനെ ഓടിച്ചിരുന്നത് ഗൈസ്. എന്തായാലും സ്ഥലം കൊള്ളാം. ഇവിടെ അത്യാവശ്യം ഏരിയ ഉണ്ട് പഠിക്കാനായിട്ട്.
എന്തായാലും നമുക്കിത് നോക്കാം. നോക്കിയിട്ട് എന്താ അവസ്ഥ, ഇവിടുന്ന് ബാലൻസ് ആവുകയാണെങ്കിൽ നമുക്ക് ജസ്റ്റ് റോഡ് എന്തായാലും ഇവിടുന്ന് ബാലൻസ് നല്ലൊരു ഗ്രൗണ്ടാണ്. മീൻസ് എന്നാണ് ഇവിടെ പറയുന്നത്. നമുക്ക് പഠിക്കാൻ പറ്റിയത് ഗ്രൗണ്ടാണ്. റോട്ടിലേക്ക് എടുക്കണ പ്രശ്നമില്ല, ഒഴിവൊക്കെ ഉണ്ട് റോട്ടില്. പക്ഷെ നമുക്ക് പഠിക്കാൻ നല്ലത് ഗ്രൗണ്ടാണ്. എന്തായാലും ഇവിടെ പഠിച്ച ഗ്രൗണ്ടില് ഞാനും കൂടെ പഠിച്ചു. വണ്ടി വരുമോന്നുള്ള നിന്നെ ശരി, അപ്പൊ നമുക്ക് നോക്കാം. ഫസ്റ്റ് നീ അല്ലേ, നീ വെക്കോ ഗായ്സ്. അപ്പോ ഗ്രൗണ്ടിലെത്തി. ഇപ്പൊ അപ്പുവാണ് ആദ്യം പഠിക്കുന്നത്, അതിനുശേഷം ഞാൻ പഠിക്കും. ഗായ്സ് നിനക്കെന്താ വയ്യേ? അവൻ കൊറേ നേരമായി വിശക്കുന്നുണ്ടെന്ന് പറയുന്നത്. നമുക്ക് എന്തായാലും കുറച്ചേരം, നമുക്ക് ഈ നേരത്തല്ലേ പഠിക്കാൻ പറ്റുള്ളൂ. രാവിലെ ഈ സമയത്തല്ലേ നല്ല പഠിക്കാനുള്ള സമയം, രാവിലെ തന്നെയാണ്. കുറച്ച് കഴിഞ്ഞിപ്പം ആരെങ്കിലും ഒക്കെ ഇവിടെ പഠിക്കാൻ വരുമെന്ന് അറിയില്ല. പൊതുവെ ഇവിടെ ആരും വരലില്ല. ഡ്രൈവിംഗ് സ്കൂള് വരുന്ന ഒരു ടൈം അങ്ങനത്തെ ഒരു ഗ്രൗണ്ട് അല്ല, ഒഴിഞ്ഞൊരു ഗ്രൗണ്ടാണ്. ഇതേ പോകുന്നു നമ്മുടെ അപ്പു, ഇത് കാറെടുത്ത് പോകുന്നു. ഞാൻ പിന്നെ ഉള്ളിലിരുന്നിട്ട് എനിക്ക് AC അധികം പറ്റില്ല. അപ്പോ കുറച്ചേരം പുറത്തേക്ക് വെക്കാന്ന് വിചാരിച്ചു. പിന്നെ ജലദോഷം ഉണ്ട് ചെറുതായിട്ട്. അപ്പോ അധികം നേരം AC ഇരിക്കണ്ട വെച്ചിട്ട് ഞാൻ പുറത്ത് നിന്നിട്ട് വീഡിയോ എടുക്കാന്ന് വെച്ച് ഇതേ പോണു. വേറെ ആരും ഇല്ല. പിള്ളേരൊക്കെ ഇതാ സൈക്കിളൊക്കെ ഓടിച്ച് പഠിക്കണമെന്നില്ല. ഇവിടെ നിന്നാണ് ഞാനൊക്കെ ഡ്രൈവിംഗ് പഠിച്ച്. അയ്യോ അതൊക്കെ ഒരു കാലം. 5 വർഷം മുന്നേട്ടാ പഠിച്ചത്. അതിനുശേഷം നമുക്ക് വണ്ടി എടുത്താലല്ലേ പഠിയുള്ളൂ. ഇടയ്ക്കൊക്കെ ഒന്ന് എടുത്ത് നോക്കണ്ടേ. അങ്ങനെ എടുക്കാതെ ആയിട്ടാണ് പിന്നെ ടച്ച് വിട്ടു പോയത്. ഇനി അങ്ങോട്ട് എടുത്ത് പഠിക്കണം ഗൈസ്. ഇനിയിപ്പോ ഇടയ്ക്കിടയ്ക്കൊക്കെ ഒന്ന് എടുക്കണം, അല്ലേ ശരിയാവില്ല. പാടെ അത് എടുക്കാതെ ശരിയാവും. ആകെ മറന്നാകെ പോവും. മറക്കില്ല, അറിയാം എന്തൊക്കെയാ ചെയ്യണ്ടെന്ന്. പക്ഷെ നമ്മൾ എടുക്കാതെ പോയാലേ പിന്നെ നമുക്ക് എടുക്കാൻ പിന്നെ തീരെ പറ്റിക്കൊള്ളുന്നുണ്ടാവില്ല. അപ്പൊ ഇപ്പൊ ഏകദേശം ഒന്ന് ഇതായി വന്നിട്ടുണ്ട്. അവനറിയാം എന്നെ പോലെ തന്നെ ടച്ച് വിട്ടതാണ്. അവന് സ്റ്റിയറിംഗ് ഒന്ന് ലെവലാവാണ്ട്, വേറെ പ്രശ്നമൊന്നും കാണാനില്ല. എന്തായാലും അവൻ പഠിക്കട്ടെ. നെക്സ്റ്റ് ഞാൻ എന്റെ ഊഴാണ് ഗൈസ്. ഞാൻ എന്തായാലും പ്രിപ്പയർ ചെയ്ത് നിൽക്കട്ടെ. അപ്പോഴത്തേക്ക് എന്നെ മൈൻഡ് ചെയ്തില്ല ഗൈസ്. മെല്ലെ മെല്ലെ. ബൈ ബൈ ഗൈസ്, ഇത്രയും നേരം ഞാൻ അവനെ ട്രോൾ ചെയ്തോണ്ടിരിക്കരുത്. ഇങ്ങനെയൊന്നും അല്ലടാ. ആളെ ഡ്രൈവിംഗ് സ്കില്ലൊക്കെ ഓക്കെയാണ്. എന്നേലും കുറച്ചുകൂടെ ഓടിച്ച എക്സ്പീരിയൻസ് ഉള്ള ആൾക്കാണ്. പക്ഷെ ഇപ്പൊ അവളെടുത്തിട്ട് കുറെ ആയതുകൊണ്ടുള്ള ഒരു ഇതാണ്. കുഴപ്പമില്ലാതെ ഓടിക്കാൻ. ഇപ്പൊ മെയിൻ റോഡിലേക്ക് ഇറക്കിയാലേ അറിയുണ്ടാവുള്ളൂ എങ്ങനെയാണ് സംഭവം എന്നുള്ളത്. കുഴപ്പമില്ലാന്ന് തോന്നുന്നു. ഹൗ ഡിഡ് യു ഫീൽ? ഹൗ ഡിഡ് യു റേറ്റ് ദിസ് ഡ്രൈവിംഗ് ഔട്ട് ഓഫ് 5?
ഫോർ മീ ആൻഡ് ഫോർ ഹർ. ഞങ്ങൾ രണ്ടുപേരും ഡ്രൈവിൽ ആരുടെ ഡ്രൈവിംഗ് ആണ് പെട്ടെന്ന് റേറ്റ് ചെയ്യും. ഇപ്പം മെയിൻ റോഡിലേക്ക് ഇറങ്ങിയാലേ അറിയണ്ടാവും. ഇതെന്താണ് നിർത്തിയിരിക്കുന്നത്? ഒരു റിവേഴ്സ് ഇടല്ല ഭരത. ഞാൻ ഓടിക്കും. ഞാനേ പോളിടെക്നിക് പഠിച്ചതാ. യന്ത്രങ്ങളുടെ പ്രവർത്തന രീതിയൊന്നും താൻ എന്നെ പഠിപ്പിക്കും. ന്യൂട്രലേ ഇനി ഇത് അമർത്തി പിടിച്ച് ഇങ്ങനെ ആക്കി ഗിയർ ബാക്കിക്ക് പോവാത്ത ബാക്കിക്ക് ഇതാ പോവാ. അല്ല ഇതെങ്ങട്ടാ? അല്ല ബ്രേക്കൊക്കെ എനിക്കറിയാം. ബാക്കിക്ക് കേട്ടോ അങ്ങനെയൊക്കെ അടുത്ത് അറിയണതും ബാക്കിക്ക് ലെവല് കണ്ണാടി നോക്കിട്ടൊക്കെ ഉണ്ടാ ഉണ്ടാ ബാക്ക് എടുക്ക എനിക്ക് അറിയാണ്ടാ. ഞാൻ എക്സ്പേർട്ട് ആയിരുന്നു. പുട്ട് ഇതൊന്നല്ല പുട്ട്. പുട്ട് എന്ന് പറഞ്ഞാല് നിങ്ങളെ കാര്യം എന്താ 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 ഈ എസ് അപ്പുച്ചി നോക്ക്. എസ് നേരെ എപ്പോഴും സ്റ്റിയർ നമ്മള് വളച്ചു കഴിഞ്ഞിട്ട് ഈ എസ് നേരെ ഇങ്ങനെ വരണം. നിനക്കൊരു ഡ്രൈവിംഗ് സ്കൂൾ തുടങ്ങിക്കൂടെ? എന്നൊന്നും പറയരുത്. വണ്ടിക്ക് ഇൻഷുറൻസ് ഉണ്ടല്ലോ. അല്ലേ അല്ല 3-ലാണ് ഇപ്പൊ നമ്മള് ഓടിക്കണേ. അല്ല 4-ഇട്ടാലേ പഠിച്ചോനെ കാത്തോളി. മെല്ലെ നിർത്താറ്റല്ലോ. ഒന്നിരിക്കാക്കിട്ടല്ലേ? അല്ല മെല്ലെ നിർത്തിക്കൂടെ സഡൻ. സോ നമ്മൾ ഏകദേശം ഡ്രൈവിംഗ് ഒക്കെ ഒന്ന് സെറ്റ് ആക്കി ഗ്രൗണ്ടിൽ നിന്ന് പിന്നെ നമ്മള് റോഡിലേക്ക് വന്നു. റോഡൊന്നും കുഴപ്പമില്ലാത്ത രീതിയിൽ ഓടിച്ചു ഇല്ലേ? അതെ. പിന്നെ വണ്ടിക്ക് പ്രത്യേകിച്ച് തട്ടുമുട്ടൊന്നും സംഭവിക്കാത്തത് കൊണ്ടും ഭാഗ്യം കൊണ്ട് വലിയതൊന്നും ഇല്ല. പിന്നെ അവനും കൂടെ ഉള്ളത് കൊണ്ട് വലിയ കുഴപ്പമില്ല. അതാണോ നിന്റെ തട്ടുമുട്ടും? അതിന് ചളി നോക്ക്. തട്ടുമുട്ടും ഇല്ലാത്തുള്ളൂ. ചളിയൊക്കെ ചളിയൊക്കെ നല്ലോണമായിട്ടുണ്ട്. അപ്പൊ ഏതായാലും എന്നിട്ട് നല്ല അപ്പം അങ്ങനെ ഡ്രൈവിങ്ങിന്റെ ഇന്നത്തെ സെഷൻ കഴിഞ്ഞു. അപ്പൊ നമ്മളിപ്പോ വന്നിട്ടുള്ളത് വെച്ചിട്ടുണ്ടെങ്കിൽ ഓഡിറ്റോറിയത്തിനാണ്. മാരേജ് നമ്മള് നോക്കി വെച്ചേക്കുന്ന ഓഡിറ്റോറിയം ഇതാണ്. അപ്പം പുതിയ ഹാളാണ് ഗൈസ്. ഇപ്പൊ പണി തീർപ്പിച്ചിട്ടുള്ളൂ. 1-2 കല്യാണം കഴിഞ്ഞ് തോന്നുന്നുണ്ട്. അപ്പൊ നമ്മുടെ പ്ലാൻ അനുസരിച്ച് ഇവിടെ വെച്ചിട്ടായിരിക്കും മാരേജ്. അപ്പൊ ആ സമയത്ത് ഞങ്ങൾ കാണിച്ചു തരും. വിശദമായിട്ട് ഡെക്കറേറ്റ് ചെയ്തിട്ടുള്ള സാധനങ്ങൾ കാണിച്ചു തരാം. നല്ല വെയിലുണ്ട്. അപ്പൊ ഇനി ഏതായാലും ഫുഡ് കഴിക്കാൻ വേണ്ടിട്ട് പോവാണ്. അപ്പൊ വെയിറ്റ് ചെയ്യുന്നുണ്ട്. അപ്പൊ ഞങ്ങൾ പോസ്റ്റ് ആക്കുന്നില്ല. എന്തായാലും നമുക്ക് ഫുഡ് കഴിക്കാൻ. അതപ്പൊ ഞങ്ങൾ ഈ ഹാള് കണ്ടപ്പോ ഒന്ന് കാണിച്ചു തരാന്ന് വെച്ചതാണ്. അപ്പൊ ഫുഡ് കഴിക്കാൻ പോവാണ്. ഒരു ബുക്ക് പിടിച്ച് ജസ്റ്റ് അവളുടെ വീടിന്റെ മുമ്പ് കൂടെ പോയപ്പോ വീട് കാണിച്ചു തന്നു കേട്ടോ. ആ ഏരിയയിലാണ് അവളുടെ വീട് വരുന്നത്. പിന്നെ അപ്പൊ ആ സമയത്ത് അവളുടെ റിലേറ്റീവ് ഉണ്ടായിരുന്നു കാറില്. അപ്പൊ അവരെ ജസ്റ്റ് അവളൊന്ന് ഡ്രോപ്പ് ചെയ്യാൻ വേണ്ടിട്ട് പോയത്. അപ്പൊ നമ്മള് ഫുഡ് കഴിക്കാൻ പൊക്കൊണ്ടിരിക്കുകയാണ്. ഏകദേശം ഇവിടുന്ന് എത്ര ടൈം എടുക്കും? 5-6 മിനിറ്റ്. കോഫി ക്രീം അവിടേക്കാ പോകുന്നത്. ഇതിന്റെ മുന്നേ നമ്മള് പ്രാവശ്യം പോയിട്ടുണ്ട്. ഫുഡ് കുഴപ്പമില്ലായിരുന്നു അന്ന്. അപ്പം അവിടേക്ക് പോയി നോക്കാതെ ാണ്. അപ്പം അവിടെ എത്തിയിട്ട് നമുക്ക് നോക്കാം. ഇതിന്റെ നിന്റെ ആരെയും നേരത്തെ ഉണ്ടായിരുന്ന കാറിൽ ഒരു റിലേറ്റീവ് അപ്പൊ ആളവിടെ ഡ്രോപ്പ് ചെയ്തിട്ട് പിന്നെ നമ്മള് വേറെ ഫുഡ് കഴിക്കാം. നമുക്ക് അവിടെ വെച്ച് സോ അപ്പൊ നമ്മളിപ്പോ കോഫി ക്രീമിൽ എത്തിയിട്ടുണ്ട്. ഓൾറെഡി നമ്മൾ ട്രൈ ചെയ്താണ്. നല്ല ഡിഷസ് ആയതാണ് സെക്കൻഡ് ടൈം ഇപ്പൊ വന്നിട്ടുള്ളത്. അപ്പൊ നമുക്ക് ഏതായാലും ഫുഡ് കഴിക്കാൻ കയറാം. പഠിച്ചേ I am who I'm meant to be. Over and out. Again. My future needs
നമ്മള് ഫുഡ് ഓർഡർ ചെയ്തിട്ടുണ്ട്. ഇപ്പൊ തൽക്കാലം നമ്മൾ ഓർഡർ ചെയ്തത് ഒരു അമേരിക്കൻ പ്ലാറ്ററും പിന്നെ ലോഡഡ് ഫ്രൈസ് ABC പിന്നെ നീ ഓറഞ്ച് ഓർഡർ ചെയ്തിട്ടുണ്ട്. അപ്പൊ ഇത് കഴിച്ചിട്ട് ഇല്ലായിട്ടില്ലെങ്കിൽ ആണെങ്കിൽ നമുക്ക് ക്ലബ് സാൻഡ്വിച്ച് ഓർഡർ ചെയ്യും. അപ്പം വേറെ എന്താ വിട്ട് കിട്ടുന്നു ഓർഡർ വേറെന്ന് വെച്ചാല് എന്തായാലും സാധനം വന്നിട്ട് കഴിക്കും. രാവിലെ മുതൽ ഒന്നും കഴിച്ചിട്ടില്ല ഗൈസ്. നല്ല വിശക്കുന്നുണ്ട്. നമ്മള് ഡ്രൈവ് ചെയ്തു, ഈ വെയിലൊക്കെ കൊണ്ടു, കൊറേ നേരം പോയിട്ട് നല്ല എന്തായാലും നല്ലോണം സ്റ്റാർവ് ചെയ്യുന്നുണ്ട്. അപ്പൊ കഴിച്ചിട്ട് വരാം. I am who I'm meant to be. I am who I'm meant to be. Over and out again. My future needed clarity. So ഇത് ആ ചില്ലും കൂട്ടില് നിന്റെ കണ്ണിട്ട് വെക്കണം. അപ്പൊ ഇത് ഒഴിവാക്കിയിട്ട് വേറെ നോക്കാം. കാരണം അത് ഇട്ടേ. I am who I'm meant to be. I am who I'm meant to be. Over and out again. My future needed clarity. So I could see how you react, how you react to me. അപ്പൊ ഫുഡിലെ കയ്യേറ്റം തുടങ്ങി കഴിച്ചു. അപ്പൊ നമുക്ക് ഫുഡ് കഴിച്ചിട്ട് വരാം, അല്ലെങ്കിൽ ഇവിടുന്ന് കാര്യം. അപ്പൊ ശരി, കഴിച്ചിട്ട് വരാം. So yummy. How it is. നല്ല മെൽറ്റ് ആയി പോകുന്നുണ്ടോ അതിലേക്ക്? കിടില ടേസ്റ്റ്. അവനവിടെ യുദ്ധം നടന്നു. എനിക്ക് ഭയങ്കര ഇഷ്ടമായി ഗൈസ്. നല്ല ടേസ്റ്റ്. ചൂടാലേ? ബീൻസ് ഉണ്ട്, എടുത്തോ. ബീൻസ് ഉണ്ട്, എഗ് ഉണ്ട്, ബേക്കൺ ഉണ്ട്, ഇതിക്ക് എഗ് ഉണ്ട്, ബീൻസ് എടുത്തോ, സ്ട്രോബെറി ഉണ്ട്. ചീസ് പുൾ ടേസ്റ്റ് ഇല്ലേ? നല്ല ടേസ്റ്റ് ഉണ്ട്. ഇത് ഞാൻ നിങ്ങളുടെ ബട്ടറല്ലേ? എന്റെ വേറെന്തായിരുന്നു? ക്രീം ബണ്ടിൽ എന്തോ ഒരു വെറൈറ്റി അടിപൊളിയായിട്ട്. നമ്മള് ഫുഡൊക്കെ കഴിച്ച് ഇവിടുന്ന് ഇറങ്ങി. ഫുഡൊക്കെ ഓൾമോസ്റ്റ് ഓക്കെയാണ്, എല്ലാരും ഫില്ലായി. അപ്പം നമ്മള് രണ്ടാമതൊരു തവണ കൂടെ ഓർഡർ ചെയ്യാന്നൊക്കെ വിചാരിച്ചാണ്. പക്ഷെ രണ്ടാമത് തവണ മറ്റേ ക്ലബ് സാൻഡ്വിച്ചും കൂടെ ഓർഡർ നമ്മളെ ചെയ്തു. ട്യൂനുണ്ടായിരുന്നു, പക്ഷെ ഇത് കഴിച്ചിട്ട് ഇനി വിശക്കുന്നുണ്ടെങ്കിൽ മാത്രം ഓർഡർ ചെയ്യാന്ന് വിചാരിച്ചു. എടുക്കാന്ന് വിചാരിച്ചതാണ്. അപ്പൊ സാധാരണ ഞങ്ങൾ ഓർഡർ ചെയ്യുമ്പോ എല്ലാം ഓർഡർ ചെയ്തിട്ട് അങ്ങനെ ബാക്കിയാവുന്ന സിറ്റുവേഷൻ വരാറുണ്ട് ഇതിലോട്ട് പോകും. അപ്പൊ അത് ഒഴിവാക്കാൻ വേണ്ടി നമ്മളങ്ങനെ ക്യൂന് വെച്ചതാണ്. അപ്പൊ ഇത് കഴിച്ചപ്പോ തന്നെ എല്ലാരും ഫില്ലായി ഓൾമോസ്റ്റ്. അപ്പൊ പിന്നെ അത് നമ്മള് ഒഴിവാക്കി. അപ്പൊ ഈ ഒരു സ്പോട്ട് നല്ല ആംബിയൻസ് ആണ്, നല്ല ഫുഡാണ്, സർവീസ് ഒക്കെ ഓക്കെയാണ്. അപ്പൊ വരുന്ന ഈ ഒരു ഏരിയയിലുള്ളവർക്കൊക്കെ അറിയാൻ മതിയാവും കോഫി ക്രീം. ഇനി നിങ്ങൾ ഇതിനെ പാസ് ചെയ്ത് പോവാണെങ്കിൽ ഇവരൊക്കെ സ്ഥിരം കസ്റ്റമർ ആണല്ലേ. ചെക്ക് ദിസ് സ്പോട്ട് ഔട്ട് വെൻ യു ആർ പാസിംഗ് ത്രൂ ദിസ് ലൊക്കേഷൻ. സോ അപ്പൊ നമ്മളിവിടെ നിന്ന് ഇറങ്ങുകയാണ്. ഇനി വരെ റെയിൽവേ സ്റ്റേഷനിലാക്കിയിട്ട് ഞങ്ങള് നേരെ. അപ്പം ഇന്നത്തെ ഈ ഒരു ചെറിയ വീഡിയോ ഇത്രേ ഉള്ളൂ. ഞങ്ങളുടെ കൂടെയുള്ള ദിവസം എങ്ങനെ ഉണ്ടായിരുന്നു? ഞങ്ങൾ ഡ്രൈവിങ്ങിനായിട്ട് ഇറങ്ങിയത്, പക്ഷെ മെയിൻലി ഇപ്പൊ ഫുഡ് കഴിച്ചത്. അപ്പൊ എന്തായാലും രാവിലെ ഇറങ്ങിയതല്ലേ, അപ്പൊ പിന്നെ നല്ല ഈ നേരൊക്കെ വിശന്നു. സ്വാഭാവികം. ഡ്രൈവ് ചെയ്യല്ലേ ഒരുപാട് കിലോമീറ്റേഴ്സ് ഡ്രൈവ്. അപ്പൊ എന്തായാലും നമുക്ക് ഇന്നത്തെ ഈ ചെറിയ വീഡിയോ ഇവിടെ വെച്ച് വൈൻഡ് അപ്പ് ചെയ്യാണ്. സോ അപ്പൊ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. അപ്പൊ നെക്സ്റ്റ് ഒരു നല്ല വീഡിയോ ആയിട്ട് കാണുന്നവരെ ടിൽ ദെൻ ടേക്ക് കെയർ. ബൈ.